നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. LBSൽ നിരവധി സർട്ടിഫിക്കറ്റുകൾ ആപ്ലിക്കേഷൻ സമയത്ത് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ കരസ്ഥമാക്കിയിട്ടാണോ നിങ്ങൾ ആപ്ലിക്കേഷൻസ് പോകുന്നതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിലേതെങ്കിലും സർട്ടിഫിക്കറ്റുകളൊക്കെ മിസ്സായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ ക്ലെയിമുകൾ നഷ്ടപ്പെടുവാനോ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ആപ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട്. ആദ്യത്തെ സർട്ടിഫിക്കറ്റ് SSLC സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ SSLC സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ സ്കാൻഡ് കോപ്പിയാണ് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരിക. പല കുട്ടികളും ചോദിക്കാറുണ്ട്, ഫോട്ടോസ്റ്റാറ്റിൽ നിന്ന് അതിന്റെ കോപ്പി എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതിയോ എന്നുള്ളത്. അങ്ങനെ പോരാ, ഒറിജിനൽ ഡോക്യുമെന്റ് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ +2 സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വർഷം 2026 സ്റ്റേറ്റ് സിലബസിൽ പാസ് ഔട്ടായ കുട്ടികൾക്കൊന്നും തന്നെ അതിന്റെ മാർക്സ് കാർഡ് കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്ത് അങ്ങനെ നിങ്ങൾക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേസമയം ഈ വർഷം പാസ് ഔട്ടായ CBSE ICSE സ്റ്റുഡൻസിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഓൺലൈൻ പ്രിന്റുകളായിരിക്കും നിങ്ങൾക്ക് ലഭ്യമായിരിക്കുക. അത് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പാസ് ഔട്ടായ കുട്ടികളാണെങ്കിൽ ഒറിജിനൽ +2 മാർക്കുകളിലെ സ്കാൻഡ് കോപ്പീസ് ആണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരിക. ഇത് കൂടാതെ നിരവധിയായിട്ടുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളും കൂടെ നിങ്ങൾക്ക് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ആദ്യം നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റുകളാണ്. അപ്പോൾ OBC വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് നോൺ ക്രീമി ലെയർ അല്ലെങ്കിൽ NCL സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ NCL സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുമ്പോൾ നിങ്ങൾ ടൈറ്റിലിൻ്റെ അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി എടുത്തവയാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് റിജക്റ്റ് ആകാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിനോ ഒക്കെ ആയിട്ട് എടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളാകാൻ സാധ്യതയുണ്ട്. കൂടാതെ SC ST സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റുകളാണ് തഹസീൽദാറുടെ കയ്യിൽ നിന്നും കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ OEC കാറ്റഗറിയിലുള്ള കുട്ടികൾ, നിങ്ങൾക്ക് അഥവാ NCL കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത OEC കാറ്റഗറിയിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർകാസ്റ്റ് മാരേജിലുള്ള SC ST കാറ്റഗറിയിൽ വരുന്ന ഏതെങ്കിലും ഒരു പേരന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ എലിജിബിലിറ്റി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളൈറ്റ് ആണെന്ന് തെളിയിക്കുവാനുള്ള രേഖകളില്ലാതെ നിങ്ങൾക്ക് LBSലെ ആപ്ലിക്കേഷൻസുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ കേരളൈറ്റ് ആണെന്ന് തെളിയിക്കുവാനായിട്ട് കേരളത്തിൽ ജനിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റുകളോ SSLC സർട്ടിഫിക്കറ്റുകളോ പാസ്പോർട്ടോ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്ത് അല്ലെങ്കിൽ നേറ്റിവിറ്റിക്ക് വേണ്ടിയുള്ള പ്രൂഫിന് വേണ്ടി നൽകാവുന്നതാണ്. അതേസമയം നിങ്ങൾ കേരളത്തിലല്ല ജനിച്ചിരിക്കുന്നെങ്കിൽ, കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് വെളിയിലോ ഒക്കെയാണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ കേരളൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത് വെച്ചും നിങ്ങൾക്ക് LBSലേക്ക് ആപ്ലിക്കേഷൻസ് നൽകാവുന്നതാണ്. ഇതൊന്നുമില്ലാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി റിജക്റ്റ് ആകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ EWS കാറ്റഗറിയിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്നും EWS സർട്ടിഫിക്കറ്റുകൾ, അത് 4 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ആൾക്കാർക്കാണ് EWS സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുക. അപ്പോൾ EWS സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ അത് ഗവൺമെന്റ് കോളേജുകളിൽ മാത്രമാണ് 10% EWS കാറ്റഗറിക്ക് വേണ്ടി റിസർവേഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ LBS വഴി നിരവധിയായിട്ടുള്ള NRI സീറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ NRI സീറ്റുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ NRI ഡോക്യുമെന്റുകൾ, സ്പോൺസറിൻ്റെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റുകൾ, അതായത് വിസ, പാസ്പോർട്ട്, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള ഏതാനും ചില ഡോക്യുമെന്റുകളുടെ ആപ്ലിക്കേഷൻ സമയത്ത് നൽകേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ അതും കൂടെ റെഡിയാക്കി വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ നിങ്ങൾക്ക് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു ഡോക്യുമെന്റുകൾ കാര്യങ്ങൾ സ്കാൻഡ് ആയിട്ട് തന്നെ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ മക്കൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രാൻറ്റുകൾ ലഭിക്കാറുണ്ട്. അപ്പോൾ ഫിഷറീസിൻ്റെ ഗ്രാൻറ്റ്സ് വഴി നിങ്ങൾക്ക് ഫീസ് അളവിൽ നല്ല രീതിയിൽ ഫീസ് അളവുകൾ ലഭിക്കാറുണ്ട്. ട്യൂഷൻ ഫീസ് ഇനത്തിലൊക്കെ 1000 രൂപ മാത്രം നൽകി നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് പ്രൈവറ്റ് കോളേജുകളിൽ പോലും. അപ്പോൾ ഈ ഒരു സമയത്ത് ആപ്ലിക്കേഷൻ നൽകുന്ന ടൈമിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫിഷറീസ് വകുപ്പിൽ നിന്നും നിങ്ങളുടെ ഫിഷർമെൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. ഇതുകൂടാതെ തന്നെ NCC, സ്പോർട്സ് തുടങ്ങിയുള്ള റിസർവേഷൻസും നൽകേണ്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ അത് പ്രോപ്പറായിട്ട് അതിൻ്റെ റിസർവേഷൻസ് മാർക്ക് ചെയ്യുകയും
ആപ്ലിക്കേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ആപ്ലിക്കേഷന് പ്രിൻ്റ് ഔട്ടോടുകൂടി തന്നെ NCCയുടെ ആണോ അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ ആണോ നിങ്ങൾ നൽകിയിരിക്കുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും കൂടെ കണക്ട് ചെയ്ത് നിങ്ങൾ പോസ്റ്റലായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ആപ്ലിക്കേഷൻസ് ഡേറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അത് അയച്ചു കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. അത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് വേറെ ഒരു രീതിയിൽ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ അയച്ചു കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുകൂടാതെ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡ് നിഷ്കർഷിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെൻറ്റുകളും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വെരിഫിക്കേഷൻസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമായിരിക്കും നിങ്ങളെ ആ ഒരു കാറ്റഗറിയിൽ പരിഗണിക്കപ്പെടുകയുള്ളൂ. ജനറലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളിൽ ഇൻകം സർട്ടിഫിക്കറ്റിനാണെങ്കിലും NCL നോൺ ക്രീമിയൽ സർട്ടിഫിക്കറ്റിനാണെങ്കിലും 1 വർഷം വാലിഡിറ്റിയാണ് സാധാരണഗതിയിൽ നൽകുക. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും 3 വർഷത്തെ വാലിഡിറ്റിയാണ് നൽകാറുള്ളത്. ഇൻകം സർട്ടിഫിക്കറ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2025-26 ഫിനാൻഷ്യൽ ഇയറിലുള്ള ഇൻകം സർട്ടിഫിക്കറ്റുകളാണ് നമ്മളിവിടെ നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ ഏപ്രിൽ 30 കഴിഞ്ഞതിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഈ ഒരു സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ നൽകേണ്ടതായിട്ട് വരിക. അതിന് മുന്നേ എടുത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ഇൻവാലിഡ് ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നോൺ ക്രീമിയലർ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റുകൾ 2025 ജൂൺ 30 കഴിഞ്ഞതിന് ശേഷം എടുത്തവയായിരിക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകളോ മൈനോറിറ്റി സർട്ടിഫിക്കറ്റുകളൊക്കെ 2023 ജൂൺ 30 ശേഷം എടുത്തവയായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കിവിടെ അത് വാലിഡ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. EW സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ കരസ്ഥമാക്കിയിരിക്കുന്നവയായിരിക്കണം. ഇതുകൂടാതെ തന്നെ മറ്റൊരു സർട്ടിഫിക്കറ്റാണ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റുകൾ. നിരവധിയായിട്ടുള്ള കോളേജുകൾ ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റി വിഭാഗത്തിൽപ്പെടുന്ന കോളേജുകളുണ്ട്. ആ കോളേജുകളിലേക്ക് ഏതാനും ചില മൈനോറിറ്റി സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റുകൾ ഇവിടെ നൽകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അവർക്ക് ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ പെടുന്നവയായതുകൊണ്ട് തന്നെ അവർ മൈനോറിറ്റി സർട്ടിഫിക്കറ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം മുസ്ലിം സ്റ്റുഡൻസിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർ NCL നോൺ ക്രീമിയലർ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാൽ മതിയാകും. അപ്പോൾ മൈനോറിറ്റിക്ക് വേണ്ടി സെപ്പറേറ്റ് എടുക്കേണ്ട വരുന്നില്ല. NCL ഇതിന് പകരമായിട്ട് നമ്മൾ നൽകാവുന്നതാണ്. കൂടാതെ ലാറ്റിൻ കാത്തലിക് പോലെയുള്ള OBC വിഭാഗത്തിൽപ്പെടുന്ന റിസർവേഷനിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളാണെന്നുണ്ടെങ്കിലും NCL സർട്ടിഫിക്കറ്റുകൾ മൈനോറിറ്റിക്ക് പകരമായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റിസർവേഷനുകളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുകയും പ്രോപ്പറായിട്ട് തന്നെ ഈ ഡോക്യുമെന്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ റിസർവേഷൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ബോണസ് ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.